ജനുവരി 7 വിശുദ്ധ റെയ്മണ്ട്. സെയിന്റ് തോമസ് അക്വിനാസിന്റെ സമകാലീനനായ വിശുദ്ധ റെയ്മണ്ട് കത്തോലിക്കരല്ലാത്തവരെ പരിവർത്തനം ചെയ്യുന്നതിനായി സമ കോൺട്ര ജെൻറ്റൈൻസ് എഴുതാൻ ദൈവശാസ്ത്രജ്ഞനെ പ്രചോദിപ്പിച്ചു. കുറഞ്ഞത് 10,000 മുസ്ലിങ്ങളെങ്കിലും വിശുദ്ധ റെയ്മണ്ടിന്റെ സുവിശേഷ പ്രവർത്തനങ്ങളുടെ ഫലമായി മതം മാറിയതായി റിപ്പോർട്ടുണ്ട്. അരഗോണിലെ രാജകീയ ഭവനവുമായി ബന്ധമുള്ള ഒരു കുലീന കുടുംബത്തിൽ നിന്നുള്ള പെനഫോർട്ടിലെ റെയ്മണ്ട് 1175-ൽ ബാഴ്സലോണയ്ക്കടുത്തുള്ള ആധുനിക സ്പെയിനിലെ കാറ്റലോണിയൻ പ്രദേശത്ത് ജനിച്ചു. തത്ത്വചിന്തയ്ക്കുള്ള ഒരു സമ്മാനം കാണിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ പഠനത്തിൽ മുന്നേറി. 20 വയസ്സുള്ളപ്പോൾ ബാഴ്സലോണയിൽ വിഷയം പഠിപ്പിക്കാൻ അദ്ദേഹത്തെ നിയമിച്ചു. ഒരു അധ്യാപകനെന്ന നിലയിൽ കത്തോലിക്ക വിശ്വാസത്തിൻ്റെയും ധാർമ്മികതയുടെയും തൊഴിലും പ്രയോഗവും യുക്തിസഹമാക്കാൻ യുവാവ് പ്രവർത്തിച്ചു. ദരിദ്രരെയും ദുരിതമനുഭവിക്കുന്നവരെയും കുറിച്ചുള്ള ശ്രദ്ധേയമായ ആശങ്ക ഇതിൽ ഉൾപ്പെടുന്നു. ഏകദേശം 30 വയസ്സുള്ള സ്പാനിഷ് പണ്ഡിതൻ ഇറ്റലിയിലെ ബൊലോങ്കയിൽ മതേതര സഭാ നിയമങ്ങൾ പഠിക്കാൻ പോയി. അദ്ദേഹം ഡോക്ടറേറ്റ് നേടുകയും 1219 വരെ അവിടെ പഠിപ്പിക്കുകയും ചെയ്തു. ബാഴ്സലോണ ബിഷപ്പ് അദ്ദേഹത്തിന് രൂപതയിൽ ഔദ്യോഗിക സ്ഥാനം നൽകി. 1222-ൽ 47-കാരനായ റെയ്മണ്ട് ഡൊമിനിക്കൻ ഓർഡറിൽ ചേർന്നു. അതിൽ അദ്ദേഹം തൻ്റെ ശ്രദ്ധേയമായ നീണ്ട ജീവിതത്തിൻ്റെ അടുത്ത 53 വർഷം ചെലവഴിച്ചു. താൻ ഒരിക്കൽ പ്രകടമാക്കിയ ബൗദ്ധിക അഹങ്കാരത്തിനുള്ള പ്രായശ്ചിത്തമെന്ന നിലയിൽ മുൻ പ്രൊഫസറോട് കുമ്പസാരക്കാരുടെ ഉപയോഗത്തിനായി ധാർമ്മിക ദൈവശാസ്ത്രത്തിൻ്റെ ഒരു മാനുവൽ എഴുതുവാൻ ആവശ്യപ്പെട്ടു. തൽഫലമായി ഉണ്ടാകുന്ന സുമാ കാസ്യം സഭയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ സംഭാവനയാണ്. അതിനിടയിൽ പ്രസംഗിക്കുന്നതിനുള്ള തൻ്റെ കൽപ്പനയുടെ സമർപ്പണത്തിന് അനുസൃതമായി ഡൊമിനിക്കൻ പുരോഹിതൻ വിശ്വാസം പ്രചരിപ്പിക്കാനും സഭയിലെ നഷ്ടപ്പെട്ടവരുമായ അംഗങ്ങളെ തിരികെ കൊണ്ടുവരാനും ശ്രമിച്ചു. ബാഴ്സലോണയിൽ ഉണ്ടായിരുന്ന സമയത്ത് റെയ്മണ്ട് വിശുദ്ധ പീറ്റർ നൊലോസ്കയെയും അരഗോണിലെ ജെയിംസ് രാജാവിനെയും ഓർഡർ ഓഫ് അവർ ലേഡി ഓഫ് മേഴ്സി സ്ഥാപിക്കാൻ സഹായിച്ചു. അവരുടെ അംഗങ്ങൾ മുസ്ലിം പ്രദേശത്ത് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാൻ ശ്രമിച്ചു. ഇതേ കാലയളവിൽ റെയ്മണ്ട് മതപ്രബോധനത്തിലൂടെ കുരിശുയുദ്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും വിദേശ ഭീഷണികളിൽ നിന്ന് തങ്ങളുടെ നാഗരികതയെ സംരക്ഷിക്കാൻ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. 1230-ൽ ഗിഗറി 9-ാമൻ മാർപ്പാപ്പ ഡൊമിനിക്കൻ പുരോഹിതനെ റോമിലേക്ക് വിളിച്ചു. സഭയുടെ വിവിധ തീരുമാനങ്ങളും ഉത്തരവുകളും ഒരു വ്യവസ്ഥാപിതവും ഏകീകൃതമായ ശേഖരത്തിൽ സമാഹരിക്കാൻ ആവശ്യപ്പെട്ടു. തൽഫലമായി ഉണ്ടാകുന്ന 5 പുസ്തകങ്ങൾ സഭയുടെ ആഭ്യന്തര നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനമായി നൂറ്റാണ്ടുകളോളം പ്രവർത്തിച്ചു. ഈ സമയത്ത് മാർപ്പാപ്പയുടെ വ്യക്തിപരമായ കുമ്പസാരക്കാരനും അടുത്ത ഉപദേശകനുമായിരുന്ന റെയ്മണ്ട് 1235-ൽ ടാർഗോണയിലെ ആർച്ച് ബിഷപ്പായി. എന്നാൽ ഡൊമിനിക്കൻ അതിരൂപതയെ നയിക്കാൻ ആഗ്രഹിച്ചില്ല. മാത്രമല്ല നിയമനം നിരസിച്ചതായി പറയപ്പെടുന്നു. പിന്നീട് ദശാബ്ദത്തിൽ ഡൊമിനിക്കൻസിനെ നയിക്കാൻ റെയ്മണ്ടിനെ തിരഞ്ഞെടുത്തു. പ്രായപൂർത്തിയായതിനാൽ 2 വർഷം മാത്രം. എന്നിരുന്നാലും വിരോധാഭാസമെന്ന് പറയട്ടെ, ഈ പദവിയിൽ നിന്ന് രാജിവെച്ചതിനു ശേഷം അദ്ദേഹം 3 പതിറ്റാണ്ടിലധികം ജീവിച്ചു. ഈ സമയത്ത് തൻ്റെ തൊഴിലിൻ്റെ അടിസ്ഥാന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പ്രാർത്ഥനയിൽ ദൈവത്തെ സ്തുതിക്കുക, പ്രസംഗത്തിലൂടെ അവനെ അറിയിക്കുക, അവൻ്റെ അനുഗ്രഹങ്ങൾ ലോകത്ത് പ്രകടമാക്കുക. ക്രിസ്ത്യാനികളല്ലാത്തവരുടെ സുവിശേഷവൽക്കരണത്തിന് സഹായകമായ ഭാഷാ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചത് റെയ്മണ്ടിൻ്റെ പിൻകാല നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു. പെനഫോർട്ടിലെ വിശുദ്ധ റെയ്മണ്ടിൻ്റെ നീണ്ട വിശ്വാസ തീർത്ഥാടനം അദ്ദേഹത്തിൻ്റെ ജനനത്തിന് ശേഷം ഏകദേശം 100 വർഷങ്ങൾക്ക് ശേഷം 1875 ജനുവരി 6-ന് അവസാനിച്ചു. 1601-ൽ ക്ലെമന്റ് 8-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ രക്ഷാകർതൃത്വം പൊതുവെ അഭിഭാഷകരിലേക്കും പ്രത്യേകിച്ച് കാനോൻ അഭിഭാഷകരിലേക്കും വ്യാപിക്കുന്നു.